പണിപ്പുര ടാസ്കിന് പണിപ്പുരയിലായിട്ട് കയറാൻ നിൽക്കുകയാണ് ക്യാപ്റ്റന്മാർ 3 പേരും കൂടി. 1800 പോയിൻറ്റ്സാണ് പണിപ്പുരയിൽ സാധനങ്ങൾക്ക് വേണ്ടി ഉള്ളത്. അങ്ങനെ ഇവരെല്ലാം കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നെവിനാണെങ്കിൽ അവിടെ മൂലയ്ക്ക് മാറി നിൽക്കുകയാണ്, ഒന്നും എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ആര്യനും അക്ബറുമാണ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഇറങ്ങാൻ പറഞ്ഞിട്ട് ടൈമായിട്ടും നെവിൻ ഇറങ്ങുന്നതേ ഇല്ല. അക്ബർ വലിച്ചു പിടിച്ചാണ് പുറത്തിറക്കുന്നത്. ഇത് വളരെ മോശമാണ് നെവിനെന്ന് നമ്മുടെ ആര്യം പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എത്ര പറഞ്ഞിട്ടും നെവിൻ ഇറങ്ങാതെ അവിടെ തന്നെ ടൈം കഴിയുന്നിടം വരെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് മനഃപൂർവ്വം. എന്നിട്ട് ലാസ്റ്റ് ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്നതിന് ശേഷം കാർഡിലുള്ള ഓരോ റേഷൻ്റെ കാര്യവും ഇവർ എത്ര പോയിൻറ്റ്സാണ്, എത്ര ഗ്രാമുണ്ട് എന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആര്യം പറയുന്നുണ്ട് ഹോം മെയ്ഡ് പിക്കിൾസ് ഫ്രം നൂറാസ് ഹൗസ്. അപ്പോൾ ഇവർക്ക് വിശ്വാസം വരുന്നില്ല. നൂറാസ് ഹൗസോ? ആ സൗദിയിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നുണ്ട്. അതിലെ എടുത്ത് ചോദിക്കുന്നുണ്ട്, നൂറാസ് ഹൗസോ? അതെ, ഞാൻ കള്ളം പറയല്ല, അതാണ്ട് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ആര്യൻ ആ കാർഡ് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഹോം മെയ്ഡ് പിക്കിൾസ് ഫ്രം നൂറാസ് ഹൗസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം കാണിച്ച് പറയുകയാണ് ആര്യന്, ഞാൻ കള്ളമല്ല പറയുന്നത്. നൂറ പറയുന്നുണ്ട്, പോട ചെക്ക അവിടുന്ന് എന്ന് പറയുന്നുണ്ട്. ഹോം മെയ്ഡ് പിക്കിൾസ് ഫ്രം അനിമോൾസ് ഹൗസ് എന്ന് പറയുന്നുണ്ട് ആര്യൻ. റാഗി, ചീസ്, ചിയ സീഡ്സ്, മുസ്ലി ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് മാറ്റുന്നുണ്ട് കാർഡുകൾ. മാഗി ഉണ്ട്, മാഗി ഒരു പാക്കറ്റേ ഉള്ളൂ, അതുകൊണ്ട് വേണ്ടെന്ന് പറയുന്നുണ്ട്. മാഗി എത്ര പാക്കറ്റ് ഉണ്ടെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയാണ്, ഒരു പാക്കറ്റേ ഉള്ളടാ, അന്നേരം ഇത് അടിയാവും ഇവിടെ. ചോക്ലേറ്റ്സ് ഉണ്ട്, അത് വേണ്ടാന്ന് പറയുന്നുണ്ട്. ദോശമാവ് വേണ്ടാന്ന് പറയുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട്, നൂറയുടെ വീട്ടിൽ നിന്ന് വന്ന പിക്കിളും അനുമോളുടെ വീട്ടിൽ നിന്ന് വന്ന പിക്കിളും എടുക്കുന്നില്ല.